ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൂബീസ് യൂണിക് ടേസ്റ്റ്. ഇന്ന് നിങ്ങൾക്കായി ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഈസി ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ എയർ ഫ്രയറിൽ തയ്യാറാക്കിയ ഒരു സാൻഡ്വിച്ചാണ്. എങ്ങനെയാണെന്ന് നോക്കാം. ജെയ്ഡൻ കഴിക്കുവാണ് ആദ്യമേ. അപ്പം അവൻ കഴിച്ചിട്ട് ടേസ്റ്റ് പറയട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് പയ്യെ റെസിപ്പിയിലോട്ട് പോകാം. നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒട്ടും എണ്ണയൊന്നും ഇല്ലാതെ നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ എയർ ഫ്രയർ സാൻഡ്വിച്ച്. അപ്പം നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 3-4 പീസസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റും ഇച്ചിരി ക്യാരറ്റ് നമ്മുടെ സബോള അത് ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ് അതിലിച്ചിരി മയോണീസും ഒറിഗാനോയും നമ്മുടെ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ചെറിയ മുട്ട പൊരിച്ച് സ്ലൈസസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ബ്രെഡിലോട്ട് നമുക്ക് ആദ്യം നല്ലതായിട്ട് ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സാൻഡ്വിച്ച് കൂട്ട് ക്യാബേജ് ക്യാരറ്റിൻ്റെ ഇത് നമുക്ക് ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ എഗ്ഗ് ഓംപ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് തിരിച്ച് അതിൻ്റെ മുകളിലോട്ട് ഇനി ഒരു ബ്രെഡ് എടുത്ത് അതിനെ ഒന്നും കൂടെ ബട്ടർ ഗ്രീസ് ചെയ്തിട്ട് മുകളിലോട്ട് വെച്ച് കൊടുത്ത് നമുക്ക് നമ്മുടെ എയർ ഫ്രയറിൻ്റെ അകത്ത് ഒരു 5 മിനിറ്റിൻ്റെ ആവശ്യം പോലും ഇല്ല. 200 അല്ലെങ്കിൽ 180 to 200 ബീച്ചിൽ നമുക്ക് ഒരു 5-6 മിനിറ്റ് വരെ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കണം. 6 മിനിറ്റൊക്കെ വെച്ചാൽ ബാക്കിയുള്ള സമയം ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് ഓക്കെ ആവും. ഞാൻ വയ്ക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൽ കാണാം എങ്ങനെയുണ്ടായിരുന്നെന്ന്. എളുപ്പമാണ്, നമുക്ക് ഈസിയാണ്. ഇതിൻ്റെ അകത്ത് ഒട്ടും എണ്ണയുടെ ഒന്നും ആവശ്യം വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജേഡൻ ഇവിടെ പ്ലേറ്റും കൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അവൻ തന്നെ ആദ്യത്തേതും കൊണ്ട് പോയി വായി നോക്കിയിരിക്കും സൺഡേയിലോട്ട് വേണ്ടി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഓക്കെ, ബൈ.